Hi dears, welcome back to Xylem Learning. It's me, Shahid Ramzan. മക്കളെ ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഞാൻ എടുക്കാൻ പോകുന്ന ഈ രണ്ട് ചോദ്യങ്ങൾ A+ നിർണ്ണയിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ്. പല കുട്ടികൾക്കും ബുദ്ധിമുട്ട് പറയുന്ന ഈ ചോദ്യം വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഈ വീഡിയോ കണ്ടതിന് ശേഷം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കൂടുതൽ ഉപകാരത്തിനുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. നല്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്നത്തെ ലൈവിൽ നിങ്ങൾ വരാൻ മറക്കരുത്. നമുക്ക് 50K അടിക്കണം, പൊളിച്ചടക്കണം. സെറ്റല്ലേ? സോ മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഏറ്റവും ആദ്യത്തെ ആ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. മലയാളം മീഡിയം കുട്ടികൾ പേടിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ശ്രദ്ധിക്കുക. എ 2-digit നമ്പർ ഡിവൈഡഡ് ബൈ അനദർ 2-digit നമ്പർ. ഒരു രണ്ടക്ക സംഖ്യ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഉത്തരം 3.875 കിട്ടി. അപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ 30/10 ഇത് ഉത്തരം എത്ര? 0 കിട്ടിയാൽ 3/1 3 കിട്ടൂലേ? അതേപോലെ ഒരു 2-digit വേറെ 2-digit കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 3.875. എങ്കിൽ ആ സംഖ്യകൾ ഏത്? ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൽ ചോദ്യം കിട്ടിയാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ. 3.875 നമുക്ക് എങ്ങനെ എഴുതാം? 3.875 ഈസ് ഈക്വൽ ടു 3875 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതാം. എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ ഉണ്ട്. അപ്പൊ ആ പോയിന്റ് ഒഴിവാക്കാൻ ഇൻറ്റു 1000 ചെയ്താൽ മതി. ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഇൻറ്റു 1000 അല്ലേ? അപ്പൊ എന്ത് കിട്ടും? ഇൻറ്റു 1000 ചെയ്യുമ്പോൾ പോയിന്റ് ഒഴിവായി 3875 ആവും, അടിയിൽ 1000 വരും. ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യുക അഥവാ ഘടകങ്ങളാക്കുക എന്നതാണ്. സിമ്പിൾ ആണ്, ശ്രദ്ധിക്കണേ, നന്നായി ശ്രദ്ധിക്കുക. ഈ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. 3875 ലാസ്റ്റത്തെ നമ്പർ 5 ആണല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 ആണെങ്കിൽ 2, 5 ആണ് 5. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് 2 നമ്പറേ ഉള്ളൂ, മെയിൻ ആയിട്ട് 2ഉം 5ഉം. പിന്നെ ഉള്ളത് 3ന്റെ കേസായി ഞാൻ ലാസ്റ്റ് വന്നത്. ഓക്കെ, 3875 ആണ്. സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3-ൽ ഒറ്റ 5ഉം ഇല്ല, വേണമെങ്കിൽ 0 ഇടാം കേട്ടോ. പക്ഷേ ആദ്യത്തിൽ 0 ഇടുന്നതിൽ കാര്യമൊന്നുമില്ല. 38-ൽ എത്ര 5 ഉണ്ട്? 7 5 35 ശിഷ്ടം 3. അടുത്ത ആ 3ഉം 7ഉം. 37-ൽ എത്ര 5 ഉണ്ട്? 7 5 35 ശിഷ്ടം 2. അപ്പൊ 25 കിട്ടി. 25-ൽ എത്ര 5 ഉണ്ട്? 5. സിമ്പിൾ ആണ്. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 7-ൽ എത്ര 5 ഉണ്ട്? 5. 2 ശിഷ്ടം 27-ൽ 5 5. 2 ശിഷ്ടം 25-ൽ 5. എഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് നോക്കുന്നു. 15-ൽ എത്ര 5 ഉണ്ട്? 15-ൽ 3 5 ഉണ്ട്. കറക്റ്റ് ആണ്. 5-ൽ എത്ര 5 ഉണ്ട്? 1 ഉണ്ട്. സോ ഇതിന്റെ ആൻസർ ഇങ്ങനെ എഴുതാം. 5 ഇൻറ്റു 5 ഇൻറ്റു 5 3875 നമുക്ക് 5 ഇൻറ്റു 5 ഇൻറ്റു 5 അഥവാ 5 ക്യൂബ് എന്ന് എഴുതാം. ഇൻറ്റു 31 ഡിവൈഡഡ് ബൈ. മക്കളെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇനി ഓർമ്മയില്ലാത്ത ആളുകൾ ഇപ്പൊ പഠിച്ചു വെച്ചോളൂ. 1000-നെ നമുക്ക് 2ന്റെയും 5ന്റെയും മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാം. അതായത് 5 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് എന്ന് എഴുതാം. കാരണം 1000-ൽ 3 0 ഉണ്ട്. അതുകൊണ്ട് 5-ൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5 3 5 കൊണ്ടും 3 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? 1000 ആയിരിക്കും. ഇനി 10000 ആണെങ്കിലോ 5/4 ഇൻറ്റു 2/4. ഇനി 100 ആണെങ്കിലോ 5² ഇൻറ്റു 2². ഒരു ട്രിക്കാണ്, ഓർത്ത് വെക്കുക, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ ട്രിക്ക് ഒന്നും അറിയാതെ കുട്ടികൾ സദാപോലെ എന്താക്കും? ഇതേപോലെ 1000-നെ ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പൊ നിങ്ങൾക്ക് 5 ഇൻറ്റു 5 ഇൻറ്റു 5 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് കിട്ടും കേട്ടോ. പക്ഷേ അതിന്റെ ആവശ്യമല്ല, അത് നിർബന്ധമല്ല. അപ്പൊ നമുക്ക് ഏതൊക്കെ വെട്ടാം? ഈ 5 ക്യൂബും ഈ 5 ക്യൂബും വെട്ടാം. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 31/8. നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.2875. ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്കം, പക്ഷെ ഇവിടെ രണ്ടക്കമല്ല, ട്വിസ്റ്റായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കറിയാം 31/8 എന്നാൽ 3.85. പക്ഷെ നമ്മൾ പറഞ്ഞ 2-digit ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 31 ഇൻറ്റു 2 62 ഡിവൈഡഡ് ബൈ 16. ഇതാണ് എൻ്റെ ആൻസർ. എന്നാൽ ഇത് മാത്രമല്ല ആൻസർ, വേണമെങ്കിൽ നിങ്ങൾക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ നോക്കാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും 93 ഡിവൈഡഡ് ബൈ 24. അതും അതിൻ്റെ ആൻസറാണ്. അങ്ങനെ ഏത് എഴുതിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. 4 ഇൻറ്റു 3 100ന്റെ മുകളിൽ പോകും, 3-digit ആവും. അപ്പോൾ ആ 2 ആൻസർ ഇതിന് പോസിബിൾ ആണ് കേട്ടോ. സോ ഈ ഒരു ചോദ്യത്തിൽ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, നിങ്ങൾ 5.875ന്റെ ആൻസർ നിങ്ങൾ എഴുതാൻ പറ്റും. അതിന് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. 5.875 ഇതുപോലെ ഏത് നമ്പറും ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്താൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ആരൊക്കെ ഉത്തരം കണ്ടെത്തും നോക്കട്ടെ. അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻസർ മാത്രം പോരാ, ഈ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. സോ മക്കളെ, രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാൽ നിങ്ങൾ ഇത് സ്കിപ്പ് ആക്കരുത്, ശ്രദ്ധിച്ചോളൂ. ഇതും നിങ്ങളുടെ പരീക്ഷയ്ക്ക് പല കുട്ടികൾക്കും അറിയാത്ത 3 മാർക്കിനും 4 മാർക്കിനും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 1/3ന്റെ ഡെസിമൽ ഫോം അഥവാ ദശാംശ രൂപങ്ങൾ സ്റ്റെപ്പായിട്ട് എഴുതാൻ.
നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതിന്റെ ഉത്തരം എത്ര 0.333 ആണെന്ന് അറിയാം. പക്ഷെ അതല്ല ചോദിച്ചത്. പകരം നിങ്ങളോട് ചോദിച്ചത് എന്താ, അതിന്റെ സ്റ്റെപ്പുകൾ എഴുതാനാണ്. പവേഴ്സ് ഓഫ് 10, 10ന്റെ പവറുകൾ ഗുണിതങ്ങളായിട്ട് എഴുതാനാണ് പറഞ്ഞത്. സോ നിങ്ങൾ ഇതിന്റെ സ്റ്റെപ്പ് 3 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. പക്ഷെ നിങ്ങൾ ഒറ്റ സ്റ്റെപ്പ് പഠിച്ചാൽ ബാക്കി എല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. നമുക്കറിയാം 1/3 നമുക്ക് എന്താക്കാം, 10/3 ഇൻറ്റു 3/1 എന്ന് എഴുതാം. 3/10 എഴുതാം. നേരത്തെ വെച്ചിട്ടോ 10/3 ഇൻറ്റു 10/3 ആക്കണ്ട, നമുക്ക് എന്താക്കാം 1/10 ഇൻറ്റു 10/3 എന്ന് എഴുതാം. ശ്രദ്ധിക്കണേ, 1/10 ഇൻറ്റു 10/3. നന്നായി ശ്രദ്ധിക്കും. ഈ സ്റ്റെപ്പ് മാത്രം പഠിച്ചാൽ ഇവർ ഒന്നും വേണ്ട. 1/3 ഈസ് ഈക്വൽ ടു 1/10 ഇൻറ്റു 10/3. എങ്ങനെ വന്നത്, ഈ 10ഉം 10 നിങ്ങൾക്ക് വെട്ടാം. ഓക്കെ, അങ്ങനെയാണ് ഇത് 1/3 വരുന്നത്. ഈ സ്റ്റെപ്പ് പവേഴ്സ് ഓഫ് 10 ആവണം. പവേഴ്സ് ഓഫ് 10 അതായത് 10ന്റെ ഗുണിതങ്ങളാക്കി നമുക്ക് എഴുതാൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്താക്കാണ്, ഇതിന്റെ ആൻസർ ചെയ്യാണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1/10 നമുക്കറിയാം 1/10 തന്നെ, അങ്ങനെ തന്നെ വെക്കാം. 10നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും, 3 3 9, ശിഷ്ടം 1 അഥവാ റിമൈൻഡർ 1. അപ്പൊ ഈ 10/3 നമുക്ക് എന്താക്കാം, 3 + 1/3 എന്ന് എഴുതാം. നോക്കി നോക്കൂ, 3 പ്ലസ്, നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, 3 + 1/3 അതായത് 3 × 3 9, 9 + 1 10, 10/3. അതായത് 10/3 നമ്മൾ എന്താക്കുന്നു, ഈ സ്റ്റെപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഒരു സ്റ്റെപ്പ് ഞാൻ പറയുന്ന ഈ ഒരൊറ്റ 1/10 മാത്രം പഠിച്ചാൽ 1/100 1/1000 ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ മക്കൾ ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10 ഇൻറ്റു, നന്നായി ശ്രദ്ധിക്കണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രാക്കറ്റ് പൊട്ടിക്കാൻ പോവാം. 1/10 ഇൻറ്റു 3, 1/10 ഇൻറ്റു 3 പറഞ്ഞാൽ എത്ര, 3/10 അല്ലേ. അതായത് 1 × 3 ഡിവൈഡഡ് ബൈ 10. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, സോ പ്ലസ് 1 × 1 ഞാൻ നോക്കണേ, 1 × 1 1/10 × 3. 1 × 1 പറഞ്ഞാൽ 1/10 × 3 പറഞ്ഞാൽ 30. അപ്പൊ നമുക്ക് മനസ്സിലായി 1/3 എന്ന് പറയുന്നതും 3/10 + 1/30 എന്ന് പറയുന്നതും സെയിം ആണ്. ഇതിന്റെ ഉത്തരവും സെയിം ആണ്. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ 1/30 30ൽ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സാധനമല്ലേ ഉണ്ടാവുക. ചെറിയ സാധനം ഏകദേശം 0 അടുത്ത നമ്പർ ആയിരിക്കും, അത്രയും ചെറുതാ ഉണ്ടാവുക. അപ്പൊ ഇത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഏകദേശം ഈക്വൽ ടു ഇതിന്റെ ചിഹ്നത്തിന്റെ പേരെന്താ, അപ്രോക്സിമേറ്റ്ലി എന്ന് പറയാം. ഏകദേശം ഈക്വൽ ടു 3/10 ആണ്. അതായത് 1/30 നമുക്ക് ഒഴിവാക്കാം, കാരണം ചെറിയ നമ്പറാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/10. 3/10 എത്ര, 0.3. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി ബാക്കി സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഞാൻ കാണിച്ചു തരാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. 1/3 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് 1/10 ഇൻറ്റു 10/3, അതായത് 10ന്റെ പവറാക്കി ഡിനോമിനേറ്ററിൽ 10ന്റെ പവറാക്കി എഴുതുന്ന സ്റ്റെപ്പാണ് നമ്മളോട് പറഞ്ഞത്. സോ 1/10 ഇൻറ്റു 10/3, 10 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റുന്നു, അപ്പൊ അതിനെ ഓരോന്നിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ സ്റ്റെപ്പ് കിട്ടുന്നു. ആ സ്റ്റെപ്പിൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഇത് ചെറിയ നമ്പറാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കാം. അപ്പോൾ 1/3 എന്ന് പറയുന്നതും 3/10 എന്ന് പറയുന്നതും ഏകദേശം സെയിം ആണ്. അതുകൊണ്ട് 1/3 എന്നാൽ 0.3 എന്ന് എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ്. സെയിം സ്റ്റെപ്പ് നമുക്ക് 1/100 വെച്ച് റിപ്പീറ്റ് ചെയ്യാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. നമുക്കറിയാം 1/3 ഈക്വൽ ടു 1/100 ഇൻറ്റു 100/3. ഡിനോമിനേറ്റർ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, 10 വെച്ച് എഴുതുന്നു. ഈ സെയിം സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇതിന് ആൻസർ എത്ര കിട്ടും, 1/100 ഇൻറ്റു 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 33 വരും. 33 + 1/3. നേരത്തെ ചെയ്തെടുത്ത് 3 + 1/3 ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ വരിക, 33 + 1/3. 1000 ചെയ്യുമ്പോൾ എത്ര വരും, 333 + 1/3. അങ്ങനെ പോവുക കേട്ടോ. അപ്പൊ ഇതിന് ആൻസർ സദാ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1/100 × 33, 33/100 പ്ലസ് 1 × 1 എന്ന് പറഞ്ഞാൽ 1/300. നമുക്കറിയാം 1/300 എന്ന ചെറിയ നമ്പറാ, നേരത്തെ ചെയ്തതിനേക്കാളും ചെറിയ നമ്പറാ. അപ്പൊ ഇത് ഒഴിവാക്കാം. അപ്പം ഈ 1/3 ഏകദേശം ഈക്വൽ ടു 1/3 ഏകദേശം ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 33/100 ആണ്. അതായത് 0.333 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കിട്ടി, 0.3 ആണെന്ന് കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് കിട്ടി, 0.33 ആണെന്ന് കിട്ടി. ഇതേ സ്റ്റെപ്പ് വെച്ച് നിങ്ങൾക്ക് എന്താക്കാം, ഇതേ സ്റ്റെപ്പ് വെച്ച് 1/1000 ചെയ്യാം. ഈ സ്റ്റെപ്പാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. 1/1000 ഇൻറ്റു 1000/3 സെയിം സ്റ്റെപ്പ്. ഫീഡ്ബാക്ക് കമന്റ് ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, 1/1000 ഇൻറ്റു 1000/3 നിങ്ങൾക്ക് ഇതേപോലെ ഡിവൈഡ് ചെയ്യാം. 1000/3 പറഞ്ഞാൽ 333 ആണ്. അപ്പൊ 999 കിട്ടും, റിമൈൻഡർ 1. അപ്പം 333 + 1/3 അല്ലെങ്കിൽ
ഇവിടെ എഴുതിയ അതേ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. 333 പ്ലസ് 1/3 അല്ല നമ്മൾ എഴുതിയ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഗുണിച്ചാൽ 333/1000 പ്ലസ് 1/3000. നമുക്കറിയാം 1/3000 എന്നാൽ ചെറുതാണ്. സോ ദ ആൻസർ ഈസ് 0.333 എക്സെട്ര. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി 1/3 എന്ന് പറയുന്നത് 0.3ക്കും 0.33ക്കും 0.333ക്കും ഈക്വൽ ആണ്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 1/3 എന്നാൽ 0.3333 എക്സെട്ര ആണ്. സോ ഇതാണ് നിങ്ങളോട് ചോദിച്ച 4 മാർക്കിന്റെ 3 മാർക്കിന്റെ ചോദ്യം. മക്കളെ, ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ നിങ്ങൾ ഈ 1000ന്റെ പഠിക്കണമെന്നില്ല, 100ന്റെ പഠിക്കണമെന്നില്ല. പകരം ഈ ഒരൊറ്റ സ്റ്റെപ്പ് പഠിച്ചാൽ ബാക്കി സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. ഇത് എല്ലാ വർഷവും പരീക്ഷ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. സോ കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ഇനിയും കാത്തിരിക്കാന്നല്ല, ചാനലുകൾ നോക്കുക. നമ്മുടെ ഇന്നത്തെ ലൈവ് നമുക്ക് അടിച്ചു പൊളിക്കണം. സോ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ എന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷൈദ്രം സാംഫസ് ലേണിംഗ്. ബൈ.